അടുത്തതായി ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 9 ദിവസമായി ആ കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പോരാട്ടം നയിച്ച നമ്മുടെ കോർപ്പറേഷൻ ചുമതല കൂടെ വഹിക്കുന്ന AICC സെക്രട്ടറി ശ്രീ റോജി M. ജോണിനെ ക്ഷണിക്കും. അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സമയമേറെ വൈകി ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഇനി കടക്കുന്നില്ല. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാലും അതുപോലെ തന്നെ ബഹുമാന്യനായ ശ്രീ PC വിശ്വനാഥും ഒക്കെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന വലിയ പോരാട്ടത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മളുടെ മുമ്പിൽ ഇനിയുള്ളത് 2 തെരഞ്ഞെടുപ്പുകളാണ്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, തൃശ്ശൂർ നമ്മൾ പിടിച്ചാൽ നമ്മൾ കേരളം പിടിക്കും, തൃശ്ശൂർ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് കേരളം നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരിക്കില്ല. നിങ്ങൾ നടത്താൻ പോകുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തിരികെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും. അതിൻ്റെ ആദ്യപടി തൃശ്ശൂരിൽ നിന്നും നിയമസഭയിൽ നമുക്ക് കൂടുതൽ MLA-മാരെ വിജയിപ്പിക്കണമെങ്കിൽ അതിന് നമ്മൾ തൃശ്ശൂരിൽ ഭൂരിഭാഗം വരുന്ന പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയും മാത്രം പോരാ, തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചാലായിരിക്കും അതിനടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമുക്ക് ഭൂരിപക്ഷം സീറ്റുകൾ വിജയിക്കാൻ സാധിക്കുക. അതിനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള പ്രവർത്തന പരിപാടിയുമായി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചില ആളുകൾ തൃശ്ശൂരിൽ വന്ന് ഇവിടെ ചില തെറ്റിദ്ധാരണകളൊക്കെ പരത്തി ഇവിടെ സ്വർണ്ണ കിരീടമൊക്കെ മാതാവിന് കൊണ്ട കൊടുത്ത് ഇവിടെയുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ച് കേന്ദ്രമന്ത്രിയായ ആളുകൾ ഒരാവശ്യം വന്നപ്പോൾ ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ, ഡബിൾ എഞ്ചിൻ സർക്കാരിന് കീഴിൽ പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾക്ക് നീതി നിഷേധമുണ്ടായപ്പോൾ, അന്യായമായി അവർ തുറങ്കിലടയ്ക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച ആ BJPയുടെ പ്രതിനിധിയൊന്നും ഒരു വാക്ക് മിണ്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ്, ഇവരുടെ തനിനിറം എന്താണ് എന്ന് ഇതിനോടകം തന്നെ കേരളവും രാജ്യവും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും തൃശ്ശൂരുകാർക്ക് ഈ തെറ്റ് ആവർത്തിക്കാൻ, അല്ലെങ്കിൽ ഇനി ഈ തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് തൃശ്ശൂരുകാർക്ക് സംഭവിച്ച ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടിയായി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറയുന്നു. ഈ പരിപാടി ഇവിടെ പ്രൗഢഗംഭീരമായി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി വർക്കിംഗ് പ്രസിഡന്റ് സ്വന്തം ഷാഫിക്ക. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഏതാണ്ട് 4 വർഷം മുമ്പ് 2021 ജൂലൈ മാസം 5-ാം തീയതിയാണ് സ്റ്റാൻ സ്വാമി